കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു കോണ്ടന്റ് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ മാച്ചിനിടയിൽ കോൺക്രീറ്റിൻ്റെ ഒരു പീസ് സ്റ്റേഡിയത്തിന് ഇത് ഉൽക്കയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തത്. കോൺക്രീറ്റിൻ്റെ ഒരു പീസ് സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇരിക്കുന്ന ഒരു കാണിയുടെ ദേഹത്ത് വീണു. ഓക്കെ, ഒരു ലേഡിയാണ് തോന്നുന്നുണ്ട്. അവരെ കയ്യിൻ്റെ മുകളിൽ പോയി വീണിട്ട് അവർക്ക് സാരമായ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റി. പിന്നെ അതൊരു പ്ലാസ്റ്റർ ഇട്ട് കൈയൊക്കെ റെഡിയാക്കി പിന്നെ ഒരു വീഡിയോ എടുത്തിട്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഇവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പട, ബാക്കി ഫാൻസ് എല്ലാ എൻ്റെ കൂടിയും ചേർത്ത് സ്റ്റേഡിയം ലിറ്ററലി കിടന്ന് ഇങ്ങനെ ഷെയ്ക്കാവും, കുലുങ്ങും കിടന്നിട്ട്. നമുക്ക് അനുഭവം ഞങ്ങൾ തന്നെ പോയിട്ട് ലിറ്ററലി നമ്മൾ പേടിച്ചു പോയി കിടന്ന് തരിക്കണം സ്റ്റേഡിയം കൂടും. ഇനി ഒരു ഗോളും കൂടി അടിച്ചാലോ, ഒരു ഗോളൊക്കെ വീണ അതും മുംബൈ KBFC മാച്ച് എന്ന് പറഞ്ഞാൽ അത്രയും മോസ്റ്റ് ഹീറ്റഡ് മാച്ച് ആയിരുന്നു. അപ്പൊ അന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞ തരിപ്പ് കാണും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ സ്റ്റാൻഡിന്റെ അടിയിൽ നിന്നുള്ള പീസ് അടർന്ന് വീഴുക, അവരവിടെ ചാടി കളിക്കും. ഓബിയസ്ലി മഞ്ഞപ്പടയുടെ സ്റ്റാൻഡിന്റെ അടിയിലായിരുന്നു ഇവർ ഇരുന്നതെന്നാണ് ഇവർ അവരുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും ദുരവസ്ഥയിലായിട്ടുള്ള ഒരു സ്റ്റേഡിയം നമ്മളെ നാട്ടിൽ, അതും ഇത്ര ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ISL പോലത്തെ ഒരു കിടിലൻ ടൂർണമെന്റ് നടക്കുമ്പോൾ, ലോകം മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു ടൂർണമെന്റ് ഇത്രയും പുവർ ക്വാളിറ്റി ഉള്ളൊരു സ്റ്റേഡിയത്തിൽ നടത്തി നാളെ എന്തെങ്കിലും ഒരു വലിയ ദുരന്തം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ എന്ത് ചെയ്യും? ഇങ്ങനെ കൈ മലർത്തിയിരിക്കും ഇവിടുത്തെ അധികാരികൾ. അല്ല, അധികാരികൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ദുരന്തം വരുന്നവരെ ഇങ്ങനെ കണ്ണടച്ചിരുന്ന്, സാധാരണ പതിവ് അങ്ങനെയാണ്. അതെ, ഇത് സ്റ്റേഡിയത്തിന്റെ ഈ സിമെന്റിന്റെ പീസ് അടർന്നു വീണാൽ മാത്രമല്ല കേട്ടോ, ടോയ്ലറ്റിന്റെ അവസ്ഥയ്ക്ക് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇതൊക്കെ ഗതികേട് എന്നാണ് പറയാനുള്ളത്, അതിലും കൂടുതലൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഇതിൽ മൂത്രമൊഴിക്കാൻ കയറുന്നവർ ഇനി അതിലൊഴിക്കാതെ പുറത്തൊഴിച്ചു എന്നുള്ള ഡയലോഗൊന്നും അടിക്കാൻ വേണ്ട. ഇത്രയും ഗതികെട്ട ടോയ്ലറ്റ് അടക്കം ഇങ്ങനത്തെയൊക്കെ സജ്ജീകരണങ്ങൾ ആളുകൾക്ക് ഒരുക്കി കൊടുത്തത്. എന്നിട്ടും നമ്മളെ മറ്റേ മഞ്ഞപ്പട അല്ലെങ്കിൽ ഈ ബ്ലാസ്റ്റേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ട് ആളുകൾ ചോദിച്ചിട്ട് കാണാൻ പോകുന്നുണ്ടല്ലോ എന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. ഇതൊരുമാതിരി മറ്റേ എന്താ പറയുക, ആ കാണികളെ ഫാൻസിനെ ശവപ്പെട്ടിക്ക് വാ 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 പറഞ്ഞ് വിളിച്ച് കയറ്റണ മാതിരി. അല്ല, കാണികളുടെ വികാരത്തിനെ അത് ദുർവിനിയോഗം ചെയ്യാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വിറ്റ് കാശാക്കുക. എന്ത് പറഞ്ഞാലും ഇവർ വരും അറിയണോണ്ട് ബേസിക്, എന്നിട്ടാണ് ഈ ഒരു ബേസിക് ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്തേക്കാണെങ്കിൽ ഇവർ അർജന്റീന കൊണ്ടുപോകാൻ പോകുന്നത്, മെസ്സിനൊക്കെ. അതാണ് പറഞ്ഞത്, കഷ്ടം. ഇതാണെങ്കിലും ഇപ്പൊ ന്യൂസ് അത് ഏറ്റെടുത്ത് കണ്ടു കേട്ടോ. ഇത്രയും ദിവസം ന്യൂസുകാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു ന്യൂസ് കണ്ടു 24-ൽ. കലൂരിലെ ISL ഉദ്ഘാടന മത്സരം വീക്ഷിച്ച ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഡാഡ്സാരി വിൻസെന്റ് ജോണിന്റേതാണ് ആശങ്കാജനകമായ മുന്നറിയിപ്പ്. കലൂർ സ്റ്റേഡിയം ദുരന്തത്തിനുള്ള ചേരുവയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യയിലെ ദുരന്തത്തെ ഉദ്ധരിച്ച ഡാഡ്സരി വിൻസെന്റ് ജോർജ് നടത്തിയ പരാമർശം നിയന്ത്രണമില്ലാതെ കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴായിരുന്നു. ഇതിനോട് ചേർത്ത് കാണേണ്ട മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരത്തിനിടെയാണ് കാണികൾക്കിടയിലേക്ക് കോൺക്രീറ്റ് പാളി അടർന്നു വീണത്. ഇതേ തുടർന്ന് പെൺകുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെയാണ് സ്റ്റേഡിയത്തിന്റെ സുരക്ഷ വീണ്ടും ചർച്ചയാകുന്നത്. അവിടെ സ്റ്റേഡിയം നാളെ ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു വർക്കും അതിൻ്റെ മെയിൻ്റെനൻസും ഒന്നും നടക്കാതെ പോകുന്നൊരവസ്ഥ. അപ്പോൾ അത്ര നടക്കാതെ പോകുന്ന അവസ്ഥയിലും ഇത്ര ശോചനാവസ്ഥയിലും ഇത്ര ബലക്ഷയമുള്ള ഒരു സ്റ്റേഡിയത്തിലേക്ക് ഇത്തരം ആളുകളെ കടത്തിവിടുമ്പോൾ അത് വൻ ദുരന്തത്തിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നാണ് ഞാൻ ആശങ്കപ്പെടുന്നത്. എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ് പണി അടിയന്തരമായിട്ട് പൂർത്തീകരിച്ചിട്ട് വേണം ഇനി കളികൾക്ക് തുറന്നു കൊടുക്കാൻ. നവീകരണം സംബന്ധിച്ച വിവരങ്ങൾ തേടാൻ GCDA ചെയർമാൻ ചന്ദ്രൻ പിള്ളയെ വിളിച്ചു. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു മറുപടി. സമീപ വർഷങ്ങളിൽ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിനായി GCDA എന്തൊക്കെ ചെയ്തു? വിശദമായി പരിശോധിച്ചാൽ കാര്യമായി ഒന്നും ചെയ്തില്ലെന്ന് തന്നെ മറുപടി. കഴിഞ്ഞ ബജറ്റിലും നവീകരണം ഇടം പിടിച്ചിരുന്നു. പക്ഷേ അറ്റകുറ്റപ്പണിക്കുള്ള ടെൻഡറുകൾ പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഒന്ന് ആലോചിക്കുക, എത്ര ഇന്റർനാഷണൽ പ്ലേയേഴ്സ് കളി നടത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരുമാതിരി അല്ലേ. എന്താ പറയുക, ഇത് ഇനി എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ തന്നെ മതി, നമ്മളെ കേരളത്തിന് ഒരുപാട് ഇന്റർനാഷണൽ മാച്ചുകളും ഒക്കെ നഷ്ടപ്പെടും. മാത്രമല്ല ഒരുപാട് ആളുകളുടെ ജീവനും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഇത് ഡെവലപ്മെന്റ് എന്നുള്ളത് പേരിൽ മാത്രം പോരാ. GCDA അതിലൊന്ന് ഡെവലപ്മെന്റ് ആണ്.
അത് പേരിന് മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് വേറെ പലർക്കും ഡെവലപ്പ് ചെയ്യാനുള്ള സംഭവം പ്രശ്നം ഉണ്ടാവുന്നത്. ശരി, ഞാൻ ഈ മാച്ച് ഒക്കെ കൊടുക്കുമ്പോ കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ കൊടുക്കേണ്ടത്. അപ്പൊ അതൊന്നും ചിലപ്പോ നോക്കിണ്ടാവില്ല. അതൊക്കെ ഇവിടെ ഒരു ടൈപ്പിൽ പോകും. എനിക്ക് അതാണ് പറയാനുള്ളത് അല്ലേ, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ പറയുമ്പോ ഇത് ശരിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം മാനേജ്മെന്റ് നോക്കണം. കാരണം കാണികളുടെ സെക്യൂരിറ്റി ഇപ്പൊ GCDA നോക്കുന്നില്ല, ഇവിടുത്തെ അസോസിയേഷൻ നോക്കുന്നില്ല, ഇവിടുത്തെ സ്പോർട്സ് മിനിസ്ട്രി നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെങ്കിലും ഇല്ലെങ്കിൽ മഞ്ഞപ്പടക്കെങ്കിലും നിങ്ങൾ പോയിരിക്കുന്ന സ്റ്റേഡിയത്തിന് ഇല്ലെങ്കിൽ മഞ്ഞപ്പടയാലും മതി. പരാതി വേണ്ട, മഞ്ഞപ്പട നാളെ പറയണേ സ്റ്റേഡിയം നന്നാക്കാൻ ഞങ്ങൾ കളി കാണാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇടേ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ലൈനിൽ വെച്ചിട്ടാ പോകുന്നേ. പോയ ഒരാൾ ചാടിക്കളിച്ച് മുകളിൽ ഇരുന്നാൽ താഴെ വന്നിരുന്നാൽ എങ്ങനെ ഇരിക്കും? വൻ ദുരന്തം നടന്നു കഴിഞ്ഞാൽ പോവാൻ പോണത് നിങ്ങളെ ജീവൻ മാത്രമാണ്, നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടം. എന്നിട്ട് ലാസ്റ്റ് മറ്റേ പേര് കേൾക്കും ആ കളി കാണാൻ പോയപ്പോ പറ്റിയതല്ലേ. അല്ല, വലിയൊരു ദുരന്തത്തിന്റെ ചെറിയൊരു മുന്നേ ഒരു ശരിക്കും ആ ഒരു ചെറിയ പീസ് വീണത്. ഇതിപ്പോ ആ ഒരു പീസ് വീണല്ല. എനിക്കൊരു പയ്യൻ അയച്ചെന്നൊരു ഫോട്ടോ ഉണ്ട്, പക്ഷെ എന്താ പറയുക വെക്കാൻ പറ്റില്ല. ടോയ്ലറ്റ് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കമ്പി പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് തന്നിരുന്നു. അതിന്റെ മുകളിൽ ഒരു ഒന്നുമില്ല. അവൻ പറയും ഒന്നുമില്ല ചേട്ടാ, അവിടെ ഒരു കമ്പി കഷ്ണം പുറത്ത് നിന്ന്. ഞാൻ കളി കാണാനുള്ള ആവേശത്തിൽ ഓടി കയറിയപ്പോൾ തല കമ്പിയുമ്പോൾ തട്ടി പൊളിഞ്ഞു. ഞാനത് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രാഫിക് ആവും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഇങ്ങനെ മഞ്ഞടിക്കണോണ്ടാണ് ഞാൻ വെക്കാത്തത്. അപ്പം ഞാൻ അന്ന് ആ റീലിട്ട സമയത്ത് എനിക്ക് ഒന്നിനിപ്പോൾ ഈ ടോയ്ലറ്റ് ഇൻസിഡൻറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ആളുകൾ അയച്ചു തരുന്നുണ്ട്, സ്റ്റേഡിയത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഫാൻസ് ഇത്രത്തോളം തിങ്ങിത്തിരക്കി. ISL തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിലെ കലൂര് വരുന്ന ക്രൗഡ് വന്നു പോകുന്ന ഓരോ ടീമിനും അതിനെക്കുറിച്ചേ പറയാണ്ടാവുള്ളൂ. അതൊക്കെ ഈ കളിക്കാരെ ഇഷ്ടപ്പെട്ടിട്ടും ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള വികാരം കൊണ്ടുവരിക. നിങ്ങൾ അവരെ മൊത്തം ശവപ്പെട്ടി കയറ്റിയിട്ട് മറ്റേ പരിപാടി കാണിക്കരുത്. ഭയങ്കര മോശം പണിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു നഷ്ടമല്ല. ലാസ്റ്റ് ഫാൻസിനോടൊന്നും നിങ്ങളിങ്ങനെ കൈ വളർത്തിയിരിക്കും. ഗവൺമെൻറ് വല്ല 1 ലക്ഷം 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ച് അവരവരെ വഴിക്ക് പോകും. സോ പ്ലീസ്, മഞ്ഞപ്പടയാണെങ്കിലും ബാക്കി ഫാൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു അഡമൻറ്റ് സ്റ്റാൻഡ് എടുക്കണം. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് നിങ്ങളെ ഫാൻസിൻ്റെ സുരക്ഷ നിങ്ങളെങ്കിലും ഉറപ്പ് വരുത്തണം അല്ലേ. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും ഉറപ്പ് വരുത്തുക. കാരണം ഇവിടുത്തെ അധികാരികളൊന്നും ഒരു പുല്ലും ചെയ്യാൻ പോണില്ല. അല്ല, ഇപ്പം സ്റ്റേഡിയത്തിനാണെങ്കിലും ഇതൊരു മാനേജ്മെന്റിനാണെങ്കിലും വരുന്ന വരുമാനങ്ങളും അതുപോലെ കേരളത്തിന്റെ ഭാവിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യന്റെ ഭാവിയിലുള്ള ഫുട്ബോളും ഒക്കെയാണ് ഇതോടുകൂടിയിട്ട് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചാൽ പിന്നെ അവസാനിപ്പിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളെ കിട്ടാത്ത അവസ്ഥ വരും. പിന്നെ കേരളത്തിൽ വരൂല മാച്ചുകളോ, അത് നേരത്തെ പറഞ്ഞ മാച്ചുകളൊന്നും കിട്ടാത്ത അവസ്ഥ വരും. എന്താണെങ്കിലും കണ്ടിട്ട് എന്താ പറയുക, ഭയങ്കര ഡെവലപ്മെന്റ് ആണ്. ഭയങ്കര മെയിൻ്റെനൻസ് നടക്കുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. എന്നാണോ ഉണ്ടാക്കിയിട്ടത് അതുപോലെ ഇരിക്കുന്നുണ്ടാവും. അല്ല, മെയിൻ്റെനൻസ് നടക്കുന്നുണ്ടാവും. ഫണ്ട് പാസ്സാക്കി അവരവരുടെ വീട്ടില് മെയിൻ്റെനൻസ് ചെയ്യുന്നു. സ്റ്റേഡിയത്തിൽ കാണിക്കണ്ട. കാരണം ഇവർക്കുള്ള ധൈര്യം എന്താ അറിയോ, എന്ത് വെച്ചാലും ഫാൻസ് വരും. അതാണ് അവർക്ക് ധൈര്യം. ഫുട്ബോൾ ഒന്നാമത് നമ്മൾ കേരളക്കാർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ്, അതും ബ്ലാസ്റ്റേഴ്സ് കത്തി നിൽക്കുകയാണ് ഇപ്പൊ, ടേബിൾ ടോപ്പാണ്. അപ്പൊ ഇനിയിപ്പോ എന്ത് വെച്ചാലും അത് ഇതിലേറെ സ്ട്രോങ് ഒന്നുണ്ട്. സെവൻസിൽ വെക്കണ അല്ലേ, സെവൻസിൽ വെക്കണ മറ്റേ ഇവിടുത്തെ കൗങ്ങിന്റെ സ്റ്റേഡിയം ഇതിലേറെ സ്ട്രോങ് ആയിരിക്കും. കഷ്ടമാണ് എന്തായാലും ഫാൻസിനോട് കാണിച്ചു കൂട്ടുന്നു കേട്ടോ.